1985 അന്നത്തെ മദ്രാസ് പോലീസ് നടൻ സുമനെ ഗുണ്ട ആക്ട് പ്രകാരം ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ടു. മെയ് 18 രാത്രി ഒരു കൂട്ടം പോലീസുകാർ സുമന്റെ വീട്ടിലെത്തി. ചില അശ്ലീല വീഡിയോ ടേപ്പുകൾ പിടിച്ചെടുത്ത് സുമനെ അറസ്റ്റ് ചെയ്തു. 3 പെൺകുട്ടികൾ സുമനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം ചെയ്ത് നീല ചിത്രങ്ങളിൽ അഭിനയിപ്പിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന് ആരോപിച്ച് നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. സുമൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ കത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. ഒരു വലിയ സ്റ്റാർ ആയിരിക്കുമ്പോഴായിരുന്നു സുമൻ 6 മാസക്കാലം ജയിലിൽ കഴിഞ്ഞത്. സുമനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കള്ളക്കേസുകളായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. 6 മാസത്തിനു ശേഷം നിരപരാധിയാണെന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇതിനു പിന്നിൽ സിനിമാ മേഖലയിലെ ചിലരുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ കാലയളവിൽ സുമൻ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു. ഈ സംഭവത്തിന് ശേഷം സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത സുമൻ പിന്നീട് ശക്തമായ വില്ലൻ വേഷങ്ങളിലൂടെ തിരിച്ചുവരവ് നടത്തി. സുമന്റെ അമ്മ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രമുഖ അഭിഭാഷകരുടെ നിയമസഹായത്തോടെ 1985 ഒക്ടോബർ 1 അദ്ദേഹം ജാമ്യത്തിലിറങ്ങി. തമിഴ്നാട്ടിൽ ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റിലായ ഒരാൾക്ക് ജാമ്യം ലഭിക്കുന്നത് അക്കാലത്തെ ആദ്യത്തെ സംഭവമായിരുന്നു. വിവാദവും അറസ്റ്റും സുമന്റെ കരിയറിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായകനായിരുന്ന അദ്ദേഹം പെട്ടെന്നുണ്ടായ ഈ സംഭവത്തോടെ കരിയറിൻ്റെ പാരമ്യത്തിൽ നിന്ന് താഴേക്ക് വീണു. അറസ്റ്റിലാകുമ്പോൾ 1988 വരെയുള്ള ഡേറ്റുകൾ അദ്ദേഹം മുൻകൂട്ടി നൽകിയിരുന്നു. എന്നാൽ ജയിലിലായതോടെ ഈ പ്രോജക്റ്റുകളെല്ലാം മുടങ്ങുകയും പലതും മറ്റു നടന്മാരിലേക്ക് പോവുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം മുൻപത്തെ പോലെ നായകവേഷങ്ങൾ ലഭിക്കുന്നത് കുറഞ്ഞു. ജനപ്രീതിക്ക് മങ്ങലേറ്റതോടെ അദ്ദേഹം സഹനടൻ വേഷങ്ങളിലേക്കും സ്വഭാവ നടൻ വേഷങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനായി. പ്രതിസന്ധികൾക്കിടയിലും 1993 പുറത്തിറങ്ങിയ ബാവ ഭൗമരീതി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ശക്തമായ തിരിച്ചുവരവ് നടത്തി. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള നന്ദി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അന്നമ്മയ്യ, ശ്രീരാമദാസു തുടങ്ങിയ ചിത്രങ്ങളിൽ വെങ്കടേശ്വരനായും രാമനായും ശിവനായും അഭിനയിച്ച് അദ്ദേഹം തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ വീണ്ടും സ്വീകാര്യനായി. 2007 രജനീകാന്ത് ചിത്രമായ ശിവാജിയിലെ ആദിശേഷൻ എന്ന വില്ലൻ വേഷത്തിലൂടെ സുമൻ ദക്ഷിണേന്ത്യൻ സിനിമയിൽ വീണ്ടും സജീവമായി. തുടർന്ന് പഴശ്ശിരാജയിലെ പഴയം വീടൻ ചന്തു നമ്പ്യാർ ഉൾപ്പെടെയുള്ള വേഷങ്ങൾ അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു. തന്നെ ചതിയിൽപ്പെടുത്തിയതാണെന്ന് സുമൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ നിർണായക ഘട്ടത്തിൽ സിനിമാ വ്യവസായം തന്നെ വേണ്ട രീതിയിൽ പിന്തുണച്ചിട്ടില്ലെന്ന് അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1980കളിൽ സുമൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു. തെലുങ്ക് സിനിമാ ലോകത്ത് ചിരഞ്ജീവിയെ പോലെയുള്ള നടന്മാരുടെ വളർച്ചയ്ക്ക് സുമൻ ഒരു വെല്ലുവിളിയായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. അതിനാൽ സുമന്റെ വളർച്ച തടയാൻ അന്നത്തെ ചില പ്രമുഖ നടന്മാർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ശക്തമായിരുന്നു. ഒരു പ്രമുഖ തമിഴ് വ്യവസായിയുടെ മകളെ അവളുടെ കാമുകനുമായി വിവാഹം കഴിക്കാൻ സുമൻ സഹായിച്ചുവെന്നും ഇതിൽ കുപിതനായ ആ വ്യവസായി തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സുമനെ കുടുക്കിയതാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്നത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൾക്ക് സുമനോടുണ്ടായിരുന്ന ആരാധനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ അറസ്റ്റിന് പിന്നിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കുടുംബ പ്രശ്നം കാരണം ആ ഉദ്യോഗസ്ഥൻ സുമനെ ലക്ഷ്യം വെക്കുകയായിരുന്നുവെന്ന വാദവും നിലവിലുണ്ട്. കാലങ്ങൾക്ക് ശേഷം സുമനെതിരെ കൊണ്ടുവന്ന കുറ്റപത്രത്തിലെ തെളിവുകളെല്ലാം വ്യാജമാണെന്ന് കോടതി കണ്ടെത്തുകയും കേസ് തള്ളുകയും ചെയ്തു. കുറ്റാരോപിതനായ ദിവാകർ എന്ന വ്യക്തിയുമായുള്ള സൗഹൃദമാണ് സുമനെ ഈ കുരുക്കിൽ എത്തിച്ചതെന്ന് അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ മോചിതനായ ശേഷം ആളുകൾ തന്നെ എങ്ങനെ നോക്കിക്കാണും എന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷകർ നൽകിയ സ്വീകാര്യത അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. സുമൻ ഒരു മികച്ച കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറാണ്. ജയിലിനുള്ളിലും അദ്ദേഹം തൻ്റെ ശാരീരിക ക്ഷമത നിലനിർത്താൻ വ്യായാമങ്ങളിലും ആയോധന കലകളിലും ശ്രദ്ധിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇതിലെ ഒരു രസകരമായ കാര്യം എന്തെന്നാൽ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമ തെലുങ്കിൽ സാഗറേലിയസ് ജാക്കി എന്ന കഥാപാത്രമായി അഭിനയിച്ചത് സുമനായിരുന്നു. സാഗറേലിയസ് ജാക്കി മലയാളത്തിൽ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ വില്ലനായി അഭിനയിച്ചതും സുമൻ തന്നെയാണ്. ഈ സംഭവങ്ങളൊന്നും സുമൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ വലിയ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയനെ അദ്ദേഹം.